പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആഴ്ചകളൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞ ദിവസം പറയായിരുന്നു അച്ഛൻ നമ്മുടെ സെൻറ് മേരീസ് ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അച്ഛൻ ഏതാണ്ട് 1500ഓളം എപ്പിസോഡ് ഇട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓരോ ദിവസങ്ങൾ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. എത്രയോ ദൈവം എത്രയോ അത്ഭുതകരമായ വിധത്തിലാണ് ഒരു ദിവസം പോലും, ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാത്ത വിധത്തിലാണ് അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി. അന്ന് തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ, 2020 ഡിസംബറിൽ തുടങ്ങി. അന്ന് തുടങ്ങി 2026 ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവം ഈ ശുശ്രൂഷകളെ ക്രമീകരിച്ചു. എന്നിട്ട് ഞാൻ പറയണേ, ഈശോയ്ക്ക് നന്ദി. അച്ഛൻ ഇതിൻ്റെ പ്രതി ഈശോയ്ക്ക് നന്ദി പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവമേ, ഞാനങ്ങനെ കാര്യമായ നന്ദി ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണമെങ്കിൽ എന്തോരം പേരുടെ അല്ലേ അച്ഛൻ ചെയ്യണം. അതിൻ്റെ പ്രൂഫ് റീഡിങ് നോക്കുന്നവരെ, അത് എഡിറ്റ് ചെയ്യുന്നവരെ, അങ്ങനെ എത്രയോ ഒരു വലിയൊരു സംവിധാനത്തിലൂടെയാണ് ശരിക്കും അത് കടന്നു പോകുന്നത്. നിസ്വാർത്ഥമായിട്ട് അത് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്ക് അദ്ദേഹം എന്നെ ഓർമ്മിച്ചപ്പോഴാണ് ഈശോയെ എത്രയോ നന്ദി പറയും. പിന്നെ അതിനുശേഷമാണ് അല്ലേ നമ്മൾ ഹോറബിലേക്ക് മാറ്റി. ഇപ്പം അത് ഏതാണ്ട് 500 ശുശ്രൂഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ ശുശ്രൂഷയിലേക്ക് കാണുന്നവരിലൊക്കെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മൾ ഒരു ബലി, അതിൻ്റെ അർത്ഥം ശരിക്കും പുതിയ നിയമ വ്യാഖ്യാനം അനുസരിച്ച് ഒരു പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിലും ഹൃദയം തുറന്ന് ബലിയർപ്പിച്ചാൽ ഈശോ അതിനൊരു സൊല്യൂഷൻ നമുക്ക് തരും. അതാണ് പുതിയ നിയമത്തിൽ ഈ വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ശരിക്കും പഴയ നിയമത്തിലേക്ക് വാഗ്ദാന പേടകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ കുർബാനയാണ്. കുർബാനയിൽ ഹൃദയം നുറുങ്ങി ഇന്ന് അല്ലേ, ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ കടമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കുർബാനയ്ക്ക് പോയി കാണും. പോകാത്തവരുണ്ടെങ്കിൽ തൃശ്ശൂർ എവിടെയാണെങ്കിലും പോയിട്ട് ഉച്ചതിരിഞ്ഞ് കുർബാന കാണാൻ മറന്നേക്കരുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് അനുയോജ്യമായ ഭക്ഷണകാര്യങ്ങളാവുമല്ലോ അല്ലേ, തിരുനാളാണെങ്കിലും നമ്മൾ ക്രമീകരിക്കുന്നത്. യേശു നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.